ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക 2026 ജൂലൈ 4 സ്വാതന്ത്ര്യത്തിൻ്റെ 250-ാം വാർഷികം ആചരിച്ചു. 1776 ജൂലൈ 4 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഒപ്പിട്ടത്. അതിൻ്റെ 250-ാം വാർഷികമാണ്. ഈ ജൂലൈ 4 ന്യൂയോർക്കിലെ മേയർ സൊറാൻ ക്വാവെ മംദാനി ന്യൂയോർക്കിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത പ്രസംഗത്തിൻ്റെ സമ്പൂർണ്ണ മലയാള പരിഭാഷയാണ് ഈ ലക്കം ദില്ലി ദാലി പോഡ്കാസ്റ്റ്. ഈ പ്രസംഗം എല്ലാവരും കേട്ടിരിക്കേണ്ടതാണ് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഈ സമ്പൂർണ്ണ മലയാള പരിഭാഷ ഒരു പോഡ്കാസ്റ്റായി അവതരിപ്പിക്കുന്നത്. പോഡ്കാസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെയും ആമുഖമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാറുള്ള അഭ്യർത്ഥന ഒരിക്കൽ കൂടി വയ്ക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വാട്ട് വി സീ ഇൻ അമേരിക്ക ആഫ്റ്റർ 250 years ഓഫ് ഇൻഡിപെൻഡൻസ്, സൊറാൻ ക്വാമെ മംദാനി ചെയ്ത പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷ. Good morning, my fellow Americans. Season after season, year after year, the tides have come in and out of New York Harbor. എത്രയോ കാലങ്ങളായി ന്യൂയോർക്ക് തുറമുഖ തീരത്ത് വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ നഗരത്തിന് ന്യൂയോർക്ക് എന്ന പേര് വരുന്നതിന് മുൻപേ ലെനാപ്പെ ജനതയുടെ എത്രയോ മരത്തോണികൾ ഈ തിരകൾ മുറിച്ചു കടന്നിരുന്നു. ഇതേ ജലപാതകളിലൂടെയാണ് വെറസാനോയെയും ഹഡ്സനെയും പോലെയുള്ള പര്യവേക്ഷകരുടെ നേതൃത്വത്തിലുള്ള കപ്പലുകളുടെ ഉയർന്ന പായ്മരങ്ങൾ ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അവരുടെയൊക്കെ പേരുകളാണ് നമ്മൾ നമ്മുടെ പാലങ്ങൾക്കും നദികൾക്കുമൊക്കെ നൽകിയതും. ആ യാത്രികർ തിരമാലകൾക്കപ്പുറത്തേക്ക് തല ഉയർത്തി നോക്കിയപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? അവർ കണ്ടത് പച്ചപ്പിൽ ആറാടി നിൽക്കുന്ന ജൈവസമൃദ്ധമായ ഒരു ഭൂമിയായിരുന്നു. അവർ കണ്ടത് ആ തുറമുഖത്തിൽ നിന്ന് തന്നെ പിൽക്കാലത്ത് അടിമത്തത്തിലേക്ക് പോകുവാൻ വിധിക്കപ്പെട്ട കുറേ മനുഷ്യരെയാണ്. അവർ കണ്ടത് ദാരിദ്ര്യം കൂടുവെച്ച കുടിലുകളെയായിരുന്നു. അവർ കണ്ടത് രാപ്പകലുകളില്ലാതെ പുകക്കുഴലുകൾ പുകതുപ്പുന്ന വ്യവസായശാലകൾ ഉറങ്ങാത്ത ഒരു നഗരത്തെയായിരുന്നു. അവർ കണ്ടത് ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതിമയായിരുന്നു. ലോകത്തിന് മുഴുവൻ സ്വാഗതമേകി അവളുടെ ദീപശിഖ ജ്വലിച്ചു നിന്നു. അവർ കണ്ടത് ന്യൂയോർക്ക് നഗരത്തെയായിരുന്നു. അവർ കണ്ടത് അമേരിക്കയെയായിരുന്നു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിൻ്റെ 250-ാം വാർഷിക ദിനം നാളെയാണ്. സ്വയം ഭരണത്തിൻ്റെ മഹത്തായ ഒരു പരീക്ഷണത്തിന് 250 വർഷങ്ങൾ. 1776 തന്നെ ഈ പരീക്ഷണം അധികകാലമൊന്നും നീണ്ടു നിൽക്കാൻ പോകുന്നില്ല എന്ന് പലരും കരുതിയിരുന്നു. അത്ര ധീരവും അഭൂതപൂർവവുമായ ഒരു പരീക്ഷണമായിരുന്നു അത്. എന്നാൽ അത് കാൽശതാബ്ദം പിന്നിട്ട്, അതായത് 250 വർഷങ്ങൾ പിന്നിട്ട് ഇന്നും തുടരുകയാണ്. നമ്മളെല്ലാ കൊല്ലവും ചെയ്യുന്നത് പോലെ ലെക്സിംഗ്ടണിൽ നിന്ന് ലോസ് ഏഞ്ചലസ് വരെ, സെൽമയിൽ നിന്ന് സെനേക്ക ഫോൾസ് വരെ, മൊറിസാനിയയിൽ നിന്ന് മിഡ്വുഡ് വരെ അമേരിക്കക്കാർ ഒരു ദിവസത്തേക്കായി ഒത്തുചേരും. ചുട്ടുപൊരിച്ച ഭക്ഷണങ്ങൾക്ക് ചുറ്റും കുടുംബങ്ങൾ ഇരിക്കും. വെടിക്കെട്ടുകൾ കൊണ്ട് വർണ്ണവിസ്മയങ്ങൾ തീർത്ത് ആകാശങ്ങളെ പ്രകാശമാനമാക്കും. എന്നാൽ ഇത്തവണ വെറുമൊരാഘോഷ ദിവസമല്ല. 250 ആണ്ടുകൾ എന്ന ഒരു നാഴികക്കല്ലാണിത്. 34 കോടിയിലധികം ജനങ്ങൾക്ക് അപൂർവമായ ഒരവസരമാണ്. പരസ്പരവും സ്വന്തം മനസ്സുകളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള അവസരമാണിത്. ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മൾ സത്യത്തിൽ ആരാണെന്ന് സ്വയം അളന്നു നോക്കാനുള്ള ഒരവസരവും. പറയൂ, അമേരിക്കയെ നോക്കുമ്പോൾ നാം എന്തൊക്കെയാണ് കാണുന്നത്? ഇവിടെ ഈ സിറ്റി ഹാളിൽ ജോർജ് വാഷിങ്ടൻ്റെ മേശയ്ക്ക് പിന്നിൽ ഞാൻ ഇരിക്കുമ്പോൾ ഈ രാജ്യത്തെ സ്വന്തം നാടായി തിരഞ്ഞെടുത്ത പുതിയ അമേരിക്കക്കാർക്കൊപ്പം നിലകൊള്ളുന്ന എനിക്ക് അമേരിക്കയെ മുഴുവനായി കാണാൻ കഴിയുന്നില്ല. എന്നാൽ എനിക്ക് മുൻപ് ഈ നഗരത്തെ നോക്കി നിന്ന അനേകരെ പോലെ എനിക്ക് ന്യൂയോർക്ക് നഗരത്തെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇന്ന് കാണുന്ന ന്യൂയോർക്ക് നഗരം പണ്ട് ജോർജ് വാഷിങ്ടനെ സ്വാഗതം ചെയ്ത ന്യൂയോർക്കിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. 1776 ജൂലൈ മാസത്തിൽ നമ്മുടെ നഗരം അടിച്ചമർത്തലിൻ്റെ നുകത്തിനടിയിൽ വീർപ്പുമുട്ടുകയായിരുന്നു.
ബ്രിട്ടീഷ് ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്ന കൊളോണിയൽ ആധിപത്യം അത്രത്തോളം ക്രൂരവും മർദ്ദകവുമായിരുന്നു. അതുകൊണ്ടാണ് 250 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നും 80 മൈലുകൾ തെക്കോട്ട് മാറി ഒരു ചെറിയ സംഘം ന്യൂസ് എഡിറ്റർമാരും കൃഷിക്കാരും സൈനികരും ഒരു രേഖയിൽ അവരുടെ പേരുകൾ എഴുതി ഒപ്പുവെച്ചത്. ഇന്ന് നമുക്ക് സ്വാഭാവികമായി തോന്നുന്ന ചില കാര്യങ്ങളെ അവർ പറഞ്ഞുള്ളൂ. എന്നാൽ അന്ന് അത് വളരെ വിപ്ലവകരമായിരുന്നു. നമ്മുടെ രാജ്യം സാക്ഷാത്കരിക്കുവാൻ ആഗ്രഹിച്ച ആദർശങ്ങളുടെ അടിത്തറയായിരുന്നു അവ. ബ്രിട്ടീഷുകാർക്ക് പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ആ ആഗസ്റ്റ് മാസത്തിൽ വിപ്ലവ പോരാട്ടത്തിലെ ഏറ്റവും വലിയ യുദ്ധം ബ്രൂക്ലിനിൽ അരങ്ങേറിയപ്പോൾ ഗവർണേഴ്സ് ദ്വീപിലെ പീരങ്കി നിലയങ്ങൾ തീരത്ത് നിന്ന് അല്പം മാറി നങ്കൂരമിട്ടിരുന്ന ബ്രിട്ടീഷ് കപ്പലുകളെ ലക്ഷ്യം വെച്ചു. ആയുധബലത്തിൽ അവർ നമ്മേക്കാൾ ശക്തരായിരുന്നു, സൈനിക ബലത്തിലും. അതിനാൽ അവർ മേൽക്കൈ നേടി. ഒടുവിൽ നമുക്ക് നിർണായകമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ജനാധിപത്യം കെട്ടിപ്പടുക്കുവാനുള്ള നമ്മുടെ നവീന ശ്രമം തകർച്ചയുടെ വക്കിലെത്തി എന്നായിരുന്നു തോന്നിയത്. എന്നാൽ അന്ന് രാത്രി ചന്ദ്രൻ ആകാശത്ത് തെളിഞ്ഞു നിന്നപ്പോൾ നമ്മുടെ ആയിരക്കണക്കിന് സൈനികർ നിശബ്ദമായി ഫെറികളിലും അടിപരന്ന ചെറുതോണികളിലുമായി മാൻഹട്ടനിലേക്ക് കടന്നു. അങ്ങനെ കോണ്ടിനെൻ്റൽ സൈന്യം മറ്റൊരു ദിവസം കൂടി പോരാടാൻ നിലനിന്നു. സ്വാതന്ത്ര്യം ഫിലാഡൽഫിയയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കാം, എന്നാൽ അതിനെ രക്ഷിച്ചത് ന്യൂയോർക്ക് നഗരമാണ്. ബ്രൂക്ലിൻ വിട്ടുപോയ അവസാന വ്യക്തി ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. നദീതീരത്ത് ഉദിച്ചുയരാൻ തുടങ്ങുന്ന സൂര്യനെ കാത്തു നിൽക്കുമ്പോൾ ജോർജ് വാഷിങ്ടൺ ന്യൂയോർക്ക് നഗരത്തിൻ്റെ ജലപ്പരപ്പിലേക്ക് കണ്ണോടിച്ചിട്ടുണ്ടാകും. 250 ആണ്ടുകളിൽ പിന്നീട് വന്ന അനേകം പേർ കണ്ടതുപോലെ അവിടെ അദ്ദേഹവും കണ്ടത് ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമായിരുന്നു. അത്തരം അവസരങ്ങൾ ന്യൂയോർക്ക് നഗരത്തിലെ മറ്റെല്ലാത്തിനെയും പോലെ ആരും വെറുതെ സമ്മാനിക്കുന്നതല്ല, അവ നേടിയെടുക്കേണ്ടതാണ്. 1838 അടിമത്തം ന്യൂയോർക്കിൽ നിയമവിരുദ്ധമാക്കിയതിന് ശേഷം 11 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത കാലത്ത് സ്വതന്ത്രനായ ജെയിംസ് വീക്സ് എന്ന കറുത്ത വർഗ്ഗക്കാരൻ ജീവിതം പുതുതായി ആരംഭിക്കാൻ തീരുമാനിച്ചു. തന്നെപ്പോലുള്ള 100 കണക്കിന് വരുന്ന മറ്റുള്ളവരെയും സഹായിക്കാൻ വേണ്ടിയായിരുന്നു അത്. അദ്ദേഹം ബ്രൂക്ലിനിൽ ഭൂമി വാങ്ങി, വോട്ടവകാശം സ്വന്തമാക്കി. പുതുതായി സ്വാതന്ത്ര്യം നേടിയ മറ്റുള്ളവർക്ക് ഭൂമി തുണ്ടം തുണ്ടമായി വിറ്റു. ന്യൂയോർക്ക് തുറമുഖത്ത് അവർ എത്തിച്ചേർന്നപ്പോൾ മുൻപൊരിക്കലും സ്വന്തമായിട്ടില്ലാത്ത ഒരു കാര്യം അവരെ കാത്തിരിക്കുന്നു എന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞിരുന്നു: ഒരു വീട്. വീക്സ് വില്ല ഇന്നും തല ഉയർത്തി നിൽക്കുന്നുണ്ട്, ജീവനുള്ള ശ്വസിക്കുന്ന സാക്ഷ്യമായി. അമേരിക്ക എന്തായിരിക്കണമെന്ന് നാം തുടർന്നും അറിയുവാൻ, നമ്മിൽ ഓരോരുത്തർക്കും സ്വന്തം കൈകളാൽ രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു നാട്. ആ വർഷങ്ങളിൽ ന്യൂയോർക്ക് തുറമുഖം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ കപ്പലുകളാൽ എന്നും സജീവമായിരുന്നു. സാമ്രാജ്യത്വത്തിൻ്റെ ക്രൂരത സൃഷ്ടിച്ച മഹാക്ഷാമത്തിൻ്റെ വിശപ്പുമായി ആയിരക്കണക്കിന് ഐറിഷ് കുടിയേറ്റക്കാർ ഇവിടെ വന്നു ചേർന്നിരുന്നു. ചൈനയിൽ നിന്ന് വന്നവർ ഇന്ന് ചൈന ടൗൺ എന്നറിയപ്പെടുന്നിടത്ത് താമസമാക്കി. തുടർന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ സ്വാതന്ത്ര്യ പ്രതിമയുടെ തണലിലൂടെ നടന്നും കടന്നും എല്ലിസ് ദ്വീപിലൂടെ പ്രവേശിച്ചും ഈ നഗരത്തിലെത്തി. വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ജൂതർ, ദാരിദ്ര്യത്തിൽ നിന്ന് പലായനം ചെയ്ത ഇറ്റലിക്കാർ, സാമ്പത്തികാവസരങ്ങൾ തേടിയെത്തിയ സിറിയക്കാർ. പുതുതായി ഈ നഗരത്തിലേക്ക് വന്ന ഓരോരുത്തരും കപ്പലുകളുടെ ചെറുജാലകങ്ങളിലൂടെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരത്തെ നോക്കി നിന്നു. രാജ്യം മാറുന്ന അതേ വേഗത്തിൽ തന്നെ രൂപം മാറിക്കൊണ്ടിരുന്ന ഒരു നഗരത്തെ. അവർ തുറമുഖങ്ങളിൽ ചരക്കുകൾ വിറ്റഴിക്കുന്ന വ്യാപാരികളെ കണ്ടു. നേർവരകളിൽ ആസൂത്രണം ചെയ്യപ്പെട്ട് നിർമ്മിക്കപ്പെടുന്ന തെരുവുകളെയും ആകാശത്തെ തൊടാൻ വെമ്പുന്ന കെട്ടിടങ്ങളെയും കണ്ടു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം തങ്ങളെ കാത്തിരുന്ന തദ്ദേശീയവാദത്തിൻ്റെ മുഖം അവർക്ക് അപ്പോൾ അറിയാനായിരുന്നില്ല. നിഷേധിക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾ, വാടകയ്ക്ക് വീട് നൽകാൻ വിസമ്മതിക്കുന്ന ഭൂവുടമകൾ, മനുഷ്യ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന തൊഴിൽ ജീവിത സാഹചര്യങ്ങൾ. എന്നാൽ തന്നെയും തുറമുഖത്തിനു മീതെ എത്ര പുകമഞ്ഞ് തങ്ങി നിന്നാലും അവർ അവിടെ കണ്ടത് ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമായിരുന്നു. തുടർന്നു വന്ന വർഷങ്ങളിൽ പ്രവേശനം തടയാൻ ഫെഡറൽ സർക്കാർ നിയമങ്ങൾ പാസാക്കിയിട്ടും വിയർപ്പുശാലകളിലെ തീപിടുത്തങ്ങളിൽ 100 കണക്കിന് സ്ത്രീകളുടെ ജീവൻ കവർന്നിട്ടും അവരുടെ നിലനിൽപ്പിനെ തന്നെ ലക്ഷ്യമിട്ട കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടും കുടിയേറ്റക്കാർ ന്യൂയോർക്ക് നഗരത്തിൽ തങ്ങളുടെ വീടുകൾ പണിതു. അതിലുപരി അവർ ഈ നഗരത്തെ തന്നെ പടുത്തുയർത്താൻ സഹായിച്ചു. സ്വാതന്ത്ര്യവും
സന്തോഷമായി ജീവിക്കാനുള്ള അവകാശവും തങ്ങൾക്കും തുല്യമായി ബാധകമാണെന്ന് ഓരോ തലമുറയിലുമുള്ള അമേരിക്കക്കാർ ഉറച്ചു പറഞ്ഞ ആ പാരമ്പര്യം ചരിത്രത്തിൻ്റെ ഒരു പുരാതന അവശിഷ്ടമല്ല. അതുതന്നെയാണ് മഹത്തായ കുടിയേറ്റക്കാലത്ത് ദശലക്ഷക്കണക്കിന് കറുത്ത അമേരിക്കക്കാരെ വടക്കോട്ട് നയിച്ചതും. അതുതന്നെയാണ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ലക്ഷക്കണക്കിന് പ്യൂർട്ടോറിക്കൻ ജനങ്ങളെ ന്യൂയോർക്ക് നഗരത്തിലേക്ക് ആകർഷിച്ചതും. അതുതന്നെയാണ് വെസ്റ്റ് ഇൻഡീസിൽ നിന്നും ദക്ഷിണേഷ്യയിൽ നിന്നും പശ്ചിമാഫ്രിക്കയിൽ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള അനേകരെ ഈ നഗരത്തിലേക്ക് ക്ഷണിച്ചതും. എനിക്ക് 7 വയസ്സായിരുന്നപ്പോൾ എൻ്റെ കുടുംബത്തെയും ഈ നഗരത്തിലേക്ക് കൊണ്ടുവന്നത് അതേ പ്രത്യാശയായിരുന്നു. എൻ്റെ കുടുംബം ഈ നഗരത്തിലെത്തിയത് കപ്പലിലായിരുന്നില്ല. എന്നാൽ വിമാനത്തിൻ്റെ ജനലിലൂടെ ഞങ്ങൾ സ്വാതന്ത്ര്യ പ്രതിമയെ കണ്ടിരുന്നു. ആകാശത്തു നിന്ന് നോക്കുമ്പോഴും അമേരിക്ക ലോകത്തിന് മുന്നിൽ വയ്ക്കുന്ന ആ വാഗ്ദാനം ഞങ്ങൾക്ക് കാണാമായിരുന്നു. സ്വാതന്ത്ര്യം എന്ന വാഗ്ദാനം. ഓരോ ആണ്ടിലും ഈ അടിസ്ഥാന ആദർശങ്ങളോട് വിശ്വസ്തരായിരിക്കുവാൻ മനോഹരമായ അമേരിക്കൻ ദേശീയത നൽകുന്ന വാഗ്ദാനത്തെ തുടർന്നും പുണരാൻ നാം ശ്രമിക്കുന്നു. നമ്മുടെ രാജ്യത്തെയും അതിനെ രൂപപ്പെടുത്തിയ ജനങ്ങളെയും വിശേഷിപ്പിക്കുവാൻ പതിവായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രയോഗമുണ്ട്: അമേരിക്കൻ സവിശേഷത, ദി അമേരിക്കൻ എക്സെപ്ഷനലിസം. പൊതുധാരണ വെച്ച് നോക്കിയാൽ ഈ അമേരിക്കൻ അസാധാരണത്വമാണ്, ഈ അമേരിക്കൻ സവിശേഷതയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ മറ്റെല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെക്കാളും ശ്രേഷ്ഠമാക്കുന്നത്. അതാണ് എറിക് കനാൽ വെട്ടി നിർമ്മിക്കാനും 1825 എറിക് തടാകത്തെയും ഹഡ്സൺ പാലത്തെയും ബന്ധിപ്പിച്ച് നിർത്തിയ ജലപദ്ധതിയാണ് എറിക് കനാൽ. അതാണ് എറിക് കനാൽ വെട്ടി നിർമ്മിക്കാനും പടിഞ്ഞാറൻ പ്രദേശങ്ങളെ ജലസേചനത്തിലൂടെ സമൃദ്ധമാക്കാനും നമ്മെ പ്രാപ്തരാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് വിദൂര ദേശങ്ങളിലെ കുട്ടികൾ പോലും ഒരു നാൾ ഇവിടെ വന്ന് ജീവിക്കണമെന്ന് സ്വപ്നം കാണുന്നത്. എന്നിരുന്നാലും ഇതിലെ വിരോധാഭാസം ഇതാണ്: അമേരിക്കയുടെ ചരിത്രം പലപ്പോഴും എഴുതപ്പെട്ടത് അധികാരവും സ്വാധീനവും സമ്പത്തും കൈവശമുണ്ടായിരുന്നവർ പടിക്ക് പുറത്ത് നിർത്തിയവരുടെ കൈകളാലാണ് എന്നതാണ്. തലമുറകളായി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്: ലോകം അമേരിക്കയിലേക്ക് കയറ്റിവിട്ടവരൊക്കെ അതാത് നാടുകളിലെ ഏറ്റവും നല്ലവരെ ആയിരുന്നില്ല എന്ന്. ലോകം ഇങ്ങോട്ട് അയച്ചത് തെറ്റായ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നവരെയാണ്, തെറ്റായ രീതിയിൽ പ്രാർത്ഥിക്കുന്നവരെയാണ്. സ്വന്തം നാടുകളിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന പ്യൂരിറ്റന്മാരെയും സിഖുകാരെയും ക്വാക്കർമാരെയും മുസ്ലിങ്ങളെയും ജൂതരെയുമാണ്. ഇതാണ് നാം പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാദം. എന്നാൽ ലോകം ഇങ്ങോട്ട് അയച്ചത് ചേരികളിൽ നിന്നും ചെറുപട്ടണങ്ങളിൽ നിന്നും വന്ന കർഷകരെയും കാർഷിക അടിമകളെയുമായിരുന്നു. ഭൂമി എന്നത് പോകട്ടെ, ധരിക്കാൻ മതിയായ വസ്ത്രം പോലും സ്വന്തമായി ഇല്ലെന്ന കാരണത്താൽ താഴ്ന്നവരായി കരുതപ്പെട്ട മനുഷ്യരെയാണ് ഇങ്ങോട്ട് കയറ്റിവിട്ടത്. ലോകം ഇങ്ങോട്ടേക്ക് അയച്ചത് അധികാരം എന്നത് എപ്പോഴും മറ്റാരുടെയോ കൈവശമുള്ള ഒന്നാണെന്ന് ജീവിതം കൊണ്ട് അനുഭവിച്ച കുടിയേറ്റക്കാരെയായിരുന്നു. ഞാൻ ആ വാചകം ഒന്നുകൂടി വായിക്കാം. ലോകം ഇങ്ങോട്ടേക്ക് അയച്ചത് അധികാരമെന്നത് എപ്പോഴും മറ്റാരുടെയോ കൈവശമുള്ള ഒന്നാണെന്ന് ജീവിതം കൊണ്ട് അനുഭവിച്ച കുടിയേറ്റക്കാരെയായിരുന്നു. എന്നാൽ നമ്മോട് പുതിയ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ്. മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും നാം സമ്പന്നരും ശക്തരും പ്രബലരുമായതിനാലാണ് അമേരിക്ക അസാധാരണമായി തീർന്നത് എന്നാണ്. എന്നാൽ സുഹൃത്തുക്കളെ, സത്യം ഇതാണ്: അമേരിക്കയെ അസാധാരണമാക്കുന്നത് ഇവിടെ ഒന്നും ശാശ്വതമായി ഉറപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. എന്നേക്കുമായി നിലനിൽക്കുന്ന കരിങ്കൽ രീതികൾ ഇവിടെ ഇല്ല. അതിർത്തി എന്ന ആശയം അവസാനിച്ചിരിക്കാം. നാം ചന്ദ്രനിൽ കാലുകുത്തിയിരിക്കാം. എന്നാൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ആദ്യം ആലേഖനം ചെയ്യപ്പെട്ട മൂല്യങ്ങൾ പൂർണ്ണമായി സാക്ഷാത്കരിക്കുവാനുള്ള ദൗത്യം നാം ഇന്നും തുടരുകയാണ്. സുഹൃത്തുക്കളെ, ആ ദൗത്യം നമ്മുടെ എല്ലാവരുടേതുമാണ്. ഇന്ന് ഇവിടെ എനിക്കൊപ്പമുള്ള അടുത്തയിടെ മാത്രം അമേരിക്കൻ പൗരത്വം നേടിയ നമ്മുടെ ഏറ്റവും പുതിയ അമേരിക്കക്കാരുടെയും ദൗത്യം അതാണ്. ആ അടിസ്ഥാന ദൗത്യം സാക്ഷാത്കരിക്കുക. ഏറ്റവും പുതുതായി വന്ന അമേരിക്കക്കാരുടെ മനോവികാരത്തെക്കുറിച്ച് ഞാൻ പറയാം. ഏകദേശം 1 ദശാബ്ദം മുമ്പ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അതേ വികാരം ഞാനും അനുഭവിച്ചതാണ്. ഒരു ന്യൂയോർക്കുകാരൻ മാത്രമല്ല, ഒരു അമേരിക്കക്കാരൻ കൂടിയായി മാറിയതിൻ്റെ ആനന്ദം. നിങ്ങളിൽ ഓരോരുത്തരുടെയും കൈകളിൽ വിശിഷ്ടമായ ഒരു ശക്തിയുണ്ട്. അമേരിക്ക എന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കണമെന്ന് നിർണ്ണയിക്കാനുള്ള ശക്തി. അധികാരവും സ്വാധീനവും കൈവശമുള്ളവർക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്നും ഉണ്ടായിരുന്നു. അവരുടെ കാഴ്ചപ്പാടിൽ അമേരിക്ക എന്നത് മേൽക്കോയ്മയുടെ ഒരു കളരിയാണ്. അവിടെ സ്വാതന്ത്ര്യം എന്നത് ഏതാനും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ്. എല്ലാവരും തുല്യരായി അല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു. അവരോട് ചോദിച്ചാൽ കൂടുതൽ ആളുകളെ അമേരിക്ക സ്വാഗതം ചെയ്യും തോറും അമേരിക്കയുടെ മഹത്വം കുറയുകയാണ് എന്നവർ പറയും.
ശരിയായ ഉച്ചാരണമുള്ളവർക്കോ തൊലിക്ക് ശരിയായ നിറമുള്ളവർക്കോ മാത്രമാണ് അമേരിക്ക അവകാശപ്പെട്ടത് എന്ന് അവർ വാദിച്ചുകൊണ്ടേയിരിക്കും. ബാക്കിയുള്ള നമ്മളെല്ലാവരും ഇവിടെ വരാൻ പോലും അനുവാദം ലഭിച്ചതിന് നന്ദിയുള്ളവരായി ശിഷ്ടകാലം കഴിയേണ്ടവരാണ് എന്നാണ് അവരുടെ ഉറച്ച നിലപാട്. എത്ര നിസ്സാരമാണ് അവരുടെ ഈ കാഴ്ചപ്പാട്, എത്ര ദുർബലമാണ് അവരുടെ ചിന്ത, എത്ര മൗലികതയില്ലാത്തതാണ് അവരുടെ ഈ രാഷ്ട്രീയം. നമ്മുടെ ചരിത്രത്തിലെ ഓരോ കാലഘട്ടത്തിലും വിഭജനത്തിൻ്റെയും വേർതിരിവിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചവർ നമ്മെ പരസ്പരം ഏറ്റുമുട്ടിച്ചുകൊണ്ട് അധികാരം നേടാനും സ്വന്തം നേട്ടങ്ങൾ ഉറപ്പിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. രാഷ്ട്രീയത്തിലെ ഏറ്റവും പഴക്കമേറിയ തന്ത്രമാണ് ഭിന്നിപ്പിക്കൽ. രാഷ്ട്രീയത്തിലെ ഏറ്റവും വില കുറഞ്ഞ തന്ത്രവുമാണ് ഭിന്നിപ്പിക്കൽ. എന്നാൽ വീണ്ടും 250 വർഷങ്ങൾക്ക് മുൻപും അതുപോലെ തന്നെ അതിനുശേഷവും ആ ഭിന്നിപ്പിൻ്റെ ശക്തികളെ പുരോഗതിയുടെ ശക്തികൾ എന്നും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ തോമസ് പെയിൻ എഴുതിയതുപോലെ ഈ പുതിയ ലോകം പൗരസ്വാതന്ത്ര്യത്തെയും മതസ്വാതന്ത്ര്യത്തെയും സ്നേഹിച്ചതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ അഭയകേന്ദ്രമായിരുന്നു. അവർ ഇവിടേക്കാണ് അഭയം തേടിയെത്തിയത്. എന്നിരുന്നാലും ഇന്ന് നമ്മുടെ നാട്ടിലെ അനേകം നേതാക്കൾ ഈ രാജ്യത്തെ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് അഭയം നൽകുന്ന ഒരു നാടായി കാണുന്നില്ല. പകരം അഭയം തേടിയെത്തുന്നവരെ പീഡിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് അവർ അമേരിക്കയെ സ്വയം കാണുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ 250 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ വേളയിൽ അമേരിക്കയെ നോക്കുമ്പോൾ നാം എന്താണ് കാണുന്നത്? അങ്ങനെ നോക്കുമ്പോൾ നാം കാണുന്നത് വിരോധാഭാസങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്തിനുള്ളിലെ വിരോധാഭാസങ്ങളുടെ ഒരു നഗരത്തെയാണ്. ആ നഗരത്തെയാണ് നാം കാണുന്നത്. ലോകചരിത്രത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യത്തെയാണ് നാം കാണുന്നത്. എന്നാൽ അവിടെ കുട്ടികൾ വിശന്ന വയറുമായി ഉറങ്ങുമ്പോൾ ലോകത്തിലെ ആദ്യ ടില്യണയർ പോലും ശതകോടീശ്വരൻ പോലും ഇനിയും കൂടുതൽ സമ്പത്തിനായി അത്യാഗ്രഹിക്കുന്നതാണ് നാം കാണുന്നത്. എല്ലാ വ്യവസായ മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ച കുത്തകകളെയും തെരഞ്ഞെടുപ്പുകളെ പണത്തിൻ്റെ ബലത്തിൽ സ്വാധീനിക്കുന്ന ധനപ്രഭുക്കളെയുമാണ് നാം കാണുന്നത്. മുഖംമൂടി ധരിച്ച ഉദ്യോഗസ്ഥർ നമ്മുടെ തെരുവുകളിൽ ഭീതി വിതയ്ക്കുന്നതും രേഖകളില്ലാത്ത നമ്മുടെ അയൽക്കാരുടെ കൈകളാൽ പാകം ചെയ്ത ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരെ തിരിച്ചറിയാനാകാത്ത വാഹനങ്ങളിൽ ബലമായി കൊണ്ടുപോകുന്നതും നാം കാണുന്നു. കഠിനാധ്വാനത്തിൻ്റെ തഴമ്പു വീണ മണ്ണിൻ്റെ കറയുള്ള കൈകളാൽ ഫാക്ടറികളിൽ വിയർപ്പൊഴുക്കുന്നവരും കല്ലിൽ ഉളി ചേർക്കുന്നവരും ചേർന്നാണ് ഈ രാജ്യത്തിൻ്റെ അപാരമായ സമ്പത്ത് സൃഷ്ടിച്ചതെന്നും നാം കാണുന്നു. അതേസമയം ആ സമ്പത്തിൻ്റെ വലിയൊരു വിഹിതം അധ്വാനത്തിൻ്റെ മുറിപ്പാടുകൾ അറിയാത്ത ഏതാനും പേരുടെ മൃദുലമായ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കുവാൻ ഈ രാജ്യം അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നു. അതെ, രോഗികളുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്ന ആരോഗ്യ ഇൻഷുറൻസ് വ്യവസായത്തിലും നാം അമേരിക്കയെ കാണുന്നു. എന്നാൽ അമേരിക്കയെ തേടി നടക്കുമ്പോൾ ഞാൻ കാണുന്നത് അതുമാത്രമല്ല. 2 ഷിഫ്റ്റുകൾ തുടർച്ചയായി ജോലി ചെയ്തിട്ടും വീട്ടിലേക്ക് മടങ്ങുക വഴി രോഗബാധിതനായ അയൽക്കാരനെ ഒന്ന് കയറി നോക്കാൻ സമയം കണ്ടെത്തുന്ന ആ നഴ്സിലും ഞാൻ അമേരിക്കയെ കാണുന്നു. അതെ, അശ്രദ്ധയെ ഒരു വ്യാപാര മാതൃകയാക്കി മാറ്റിയ കോർപ്പറേറ്റ് വാടക ഉടമകളിലും ഞാൻ അമേരിക്കയെ കാണുന്നു. എന്നാൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയുടെ കീഴിൽ സ്വന്തം മക്കളെ ഉറക്കിക്കിടത്തുന്ന, പുലർച്ചെ വെളുക്കും മുൻപേ ജോലിക്കായി ഇറങ്ങിപ്പോകുന്ന, എന്നിട്ടും തൻ്റെ കുടുംബത്തോട് ഈ രാജ്യം നീതി പുലർത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരു പിതാവിലും നാം അമേരിക്കയെ കാണുന്നു. അതെ, നമ്മുടെ നികുതിപ്പണം ബോംബുകൾക്കും സായുധ പദ്ധതികൾക്കും ചെലവഴിക്കുമ്പോഴും തെരഞ്ഞെടുപ്പുകളെ ഏറ്റവും കൂടുതൽ പണം നൽകുന്നവർക്ക് വിറ്റുകൊടുക്കുമ്പോഴും നാം അമേരിക്കയെ കാണുന്നു. എന്നാൽ അതേ വ്യക്തതയോടെ ഈ രാജ്യം നമ്മുടേതാണ്, ജനങ്ങളുടേതാണ് എന്ന വിശ്വാസം ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഓരോ അമേരിക്കക്കാരനിലും നാം അമേരിക്കയെ കാണുന്നു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് നമ്മുടെ അയൽപ്പക്കങ്ങളിൽ കടന്നു കയറുമ്പോൾ എത്ര കാലമായി ഇവിടെ ജീവിക്കുന്നുവെന്നോ കൈവശം എന്തെല്ലാം രേഖകളുണ്ടെന്നോ ഒന്നും ചോദിക്കാതെ ഈ അയൽക്കാരെ തങ്ങളോടൊപ്പം കൈകോർത്തു നിർത്തുന്ന ഓരോ നിമിഷത്തിലും നാം അമേരിക്കയെ കാണുന്നു. കൊടും മഴയിലായാലും ശ്വാസം മുട്ടിക്കുന്ന ചൂടിലായാലും സ്വന്തം വോട്ട് രേഖപ്പെടുത്തുവാൻ യുവാക്കളും വയോധികരും ഒരുപോലെ ക്ഷമയോടെ വരിയിൽ നിൽക്കുന്ന ഓരോ നിമിഷത്തിലും നാം അമേരിക്കയെ കാണുന്നു. അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ തങ്ങൾക്ക് മാത്രമല്ല മറ്റ് അമേരിക്കക്കാർക്കും വേണ്ടിയുള്ള നീതിയും മെച്ചപ്പെട്ട ജീവിതവും ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവുകളിൽ ശബ്ദമുയർത്തുന്ന ഓരോ നിമിഷത്തിലും നാം അമേരിക്കയെ കാണുന്നു. അമേരിക്കയിൽ നിന്ന് കൂടുതൽ നീതിയും കൂടുതൽ നന്മയും ആവശ്യപ്പെടുന്നവരോട് ചിലരൊക്കെ എപ്പോഴും ഒരേ മറുപടിയാണ് പറയുന്നത്: ഈ രാജ്യത്തെ സ്നേഹിക്കൂ, അല്ലെങ്കിൽ വിട്ടുപോകൂ.
എന്നാൽ ദേശസ്നേഹം എന്നത് നമ്മുടെ രാജ്യത്തിന് ഒരു കുറവുമില്ല എന്ന് നടിക്കുന്നതല്ല. അനീതിക്കെതിരെ ഉയരുന്ന ഓരോ ധാർമ്മിക വിയോജിപ്പും ദേശസ്നേഹമാണ്. കൊടും വെയിലിനെ വകവയ്ക്കാതെ മുന്നേറുന്ന ഓരോ പ്രക്ഷോഭയാത്രയും ദേശസ്നേഹമാണ്. കാലത്തിനും പതിറ്റാണ്ടുകൾക്ക് മുന്നേ നടന്ന ഓരോ പ്രതിഷേധവും ദേശസ്നേഹമായിരുന്നു. ഈ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിനെ വിട്ടുപോകാൻ നാം തയ്യാറാകാത്തത്. ഒടുവിൽ ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ ഇത്രയേറെ ത്യാഗങ്ങൾ സഹിച്ചവരേക്കാൾ അമേരിക്കയെ കൂടുതൽ സ്നേഹിക്കുന്നവർ മറ്റാരാണ്? ഇന്ന് ജൂലൈ 4 മാത്രമായി ഞാൻ ചിന്തിക്കുന്നില്ല. ജൂലൈ 9 ഞാൻ ഓർക്കുന്നു. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതിന് 5 ദിവസങ്ങൾക്ക് ശേഷം ആ പ്രഖ്യാപനം ഇവിടെ ന്യൂയോർക്ക് നഗരത്തിലെത്തി. അതേസമയം ബ്രിട്ടീഷ് സൈനികർ സ്റ്റാറ്റൻ ദ്വീപിൽ കരയിറങ്ങിയിരുന്നു. 100-ലധികം ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകൾ തീരത്തിനടുത്തായി നങ്കൂരമിട്ട് ഭീഷണിയായി നിലകൊണ്ടിരുന്നു. നഗരമൊട്ടാകെ അധിനിവേശത്തെ നേരിടുവാൻ കോണ്ടിനെൻ്റൽ സൈന്യം തയ്യാറെടുപ്പിലായിരുന്നു. ഞാൻ ഇരിക്കുന്ന ഈ കെട്ടിടത്തിൽ നിന്ന് ഏതാനും ചുവടുകൾ മാത്രം അകലെയുള്ള സ്ഥലത്ത് തങ്ങളുടെ സൈനിക വിഭാഗങ്ങളെ അണിനിരത്താൻ ജോർജ് വാഷിങ്ടൺ ഉത്തരവിട്ടു. ആ സ്ഥലം ദ കോമൺസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് അതിനെ നാം സിറ്റി ഹാൾ പാർക്ക് എന്നാണ് വിളിക്കുന്നത്. അവിടെ ബ്രിട്ടീഷ് പീരങ്കികളുടെ പ്രഹര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉറക്കെ വായിച്ചു കേൾപ്പിക്കുവാൻ ജോർജ് വാഷിങ്ടൺ ജനറൽമാർക്ക് ഉത്തരവിട്ടു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യം ആക്രമണത്തിന് ഒരുങ്ങി നിൽക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ നാം ആഘോഷിക്കാൻ പോകുന്ന ആ വാർത്തയാണ് അദ്ദേഹം ന്യൂയോർക്ക് നഗരത്തിലെ ജനങ്ങളോട് പ്രഖ്യാപിച്ചത്. നാം നമ്മുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം ഇനി കയ്യെത്തും ദൂരത്താണ്. ആ സായാഹ്നത്തിൽ അപകടം നിഴലിച്ചു നിന്നു. സംഘർഷമുണ്ടാകുമോ എന്നതല്ല ചോദ്യം, അത് അനിവാര്യമെന്നതായിരുന്നു യാഥാർത്ഥ്യം. എന്നിരുന്നാലും ബൗളിംഗ് ഗ്രീനിൽ നിലകൊണ്ടിരുന്ന 3-ാം ജോർജ് രാജാവിൻ്റെ പ്രതിമയിലേക്ക് ആ ആദ്യകാല ന്യൂയോർക്കുകാർ മാർച്ച് ചെയ്തപ്പോൾ, പിന്നീട് തങ്ങളുടെ നവജാത സൈന്യത്തിനുള്ള വെടിയുണ്ടകളാക്കി ഉരുക്കാൻ പോകുന്ന ആ ജോർജ് രാജാവിൻ്റെ പ്രതിമയിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ അവർ ഒറ്റ മനസ്സോടെ ഒരേ ചുവടോടെ മുന്നേറി. അവരുടെ യാത്രയെ നയിച്ചത് കൊള്ളയോ അധിനിവേശമോ ആയിരുന്നില്ല. ആദ്യമായി ഒരു പേര് കിട്ടിയ ആദർശങ്ങളായിരുന്നു അവരുടെ പ്രചോദനം. അമേരിക്ക. നമ്മുടെ രാജ്യം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്ന ആദർശങ്ങൾ ഏതൊരു ഏകാധിപത്യ ഭരണകൂടത്തെയും അതിജീവിക്കാൻ പോകുന്നത്ര ശക്തമാണ്. എന്നാൽ അവയിലേക്ക് നാം കൈ നീട്ടിയാൽ മാത്രമേ ആ ശക്തി സഫലമാകൂ, കരഗതമാകൂ. നമ്മുടെ രാജ്യം അതിൻ്റെ ജനനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പൂർണ്ണതയിലേക്ക് ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഓരോ ദിവസവും സ്വയം കൂടുതൽ മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. അതുതന്നെയാണ് അമേരിക്ക എന്ന ആശയത്തിൻ്റെ ദൗത്യം. നിരന്തരമായ പരിശ്രമം, സ്വയം മെച്ചപ്പെടുത്തൽ, പൂർണ്ണതയിലേക്കുള്ള വിശ്രമമില്ലാത്ത പ്രയാണം. നമ്മിൽ ഓരോരുത്തർക്കും രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു രാജ്യത്ത് ജീവിക്കാനാകുന്നത് തന്നെ എന്തൊരു വലിയ ഭാഗ്യമാണ്. നമുക്ക് മുമ്പ് ഈ രാജ്യത്തിനു വേണ്ടി ജീവിക്കുകയും പോരാടുകയും ചെയ്തവർക്ക് അനുയോജ്യരാണ് നമ്മൾ എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരുടെയും മേൽ ഉണ്ട്. ഈ തീരങ്ങളിലേക്ക് കണ്ണോടിച്ചപ്പോൾ അനേകർ കണ്ട ആ മഹത്വത്തിലേക്ക്, 250 വർഷങ്ങളായി അമേരിക്ക എന്ന പേരിൽ അറിയപ്പെട്ട ആ മഹത്വത്തിലേക്ക് ഈ രാജ്യത്തെ കുറച്ചുകൂടി അടുപ്പിക്കുവാനുള്ള ശക്തി നമ്മിൽ ഓരോരുത്തരുടെയും കൈകളിൽ ഉണ്ട്. നന്ദി. ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കട്ടെ. ദൈവം ന്യൂയോർക്ക് നഗരത്തെ അനുഗ്രഹിക്കട്ടെ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക 2026 ജൂലൈ 4 സ്വാതന്ത്ര്യത്തിൻ്റെ 250-ാം വാർഷികം ആഘോഷിച്ചു. ജൂലൈ 3 ന്യൂയോർക്ക് മേയർ സോറാൻ ക്വാമെ മംദാനി ന്യൂയോർക്ക് നഗരത്തിലെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചെയ്ത പ്രസംഗത്തിൻ്റെ സമ്പൂർണ്ണ മലയാള പരിഭാഷയാണ് നിങ്ങൾ കേട്ടത്. ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.